അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് ഉച്ചഭക്ഷണം നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, കുറച്ച് വറ്റിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ പച്ചരി ചോറാണ്. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചരി ചോറും ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട്. പിന്നെ പപ്പടം കാച്ചിയതുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇപ്പം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഴ ഉണ്ട്, മഴക്കാറ് മൂടി നിൽക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം മഴ രാവിലെയൊക്കെ പെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല രസമാണിത് ചിക്കൻ കറി കഴിക്കാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ എന്താ വെച്ചാൽ ചിക്കൻ കറിയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്, ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ വാങ്ങലുള്ളൂ. അപ്പോൾ ഇന്ന് ഈ മാസം കഴിയാനൊക്കെ ആയാലും. അപ്പോൾ ഇന്ന് പിന്നെ നല്ല മഴ സമയത്ത് കഴിക്കാൻ പറ്റിയാണ് ചിക്കൻ കറി. കുറച്ച് വറ്റിച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ വെച്ചാൽ നമുക്ക് ചോറ് പിന്നെ നമുക്ക് എന്തൊക്കെയായി നമ്മൾ പച്ചരി ചോറാണ്, സാധാരണ ചോറല്ല, പച്ചരി ചോറാണ് ഉണ്ടാക്കിയത്. നല്ല പച്ചരി ചോറ് അതിൽ പറ്റിയതാണ്. ഇത് രണ്ടും കൂടി പപ്പടം കാച്ചിയത് അങ്ങനെയൊക്കെ. അപ്പോൾ വെച്ചാൽ ആദ്യം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നമുക്കിനി അതിലേക്കുള്ള ചേരുവകൾ അതൊക്കെ ആദ്യം തന്നെയൊക്കെ തോലെത്തി ഒക്കെ നുറുക്കി വയ്ക്കാനുള്ളതാണ്. കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, തക്കാളി അതൊക്കെ റെഡിയാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വഴറ്റിയിട്ട് വേണം ഉണ്ടാക്കാനും. ഒക്കെ കഴുകൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് വലിയ ഉള്ളിനായിക്കോട്ടെ ആദ്യം അത് അരിയാം. ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ ചിക്കൻ വാങ്ങലുള്ളൂ. ഈ മാസം ആദ്യം ഒന്ന് വാങ്ങി, ഇപ്പോൾ ഈ മാസം കഴിയാനായല്ലോ. ഇടയ്ക്കൊക്കെ ആകുമ്പോഴാണ് രസം കഴിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ആകുമ്പോൾ പിന്നെ അതൊരു ഇതില്ല. ഇടയ്ക്ക് വാങ്ങുമ്പോൾ നല്ലൊരു ആസ്വദിച്ച് കഴിക്കാൻ. തക്കാളി ഉണ്ട്, ഒക്കെ വേറെ ഇങ്ങനെ ഉണ്ട്. പാത്രത്തിലാക്കി വയ്ക്കാം. ഒക്കെ നുറുക്കി ഇവിടെ ഒക്കെ വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചേരുവകൾ അതിലേക്കുള്ള പൊടികളൊക്കെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നതോടുകൂടി പച്ചമുളകും വലിയ ഉള്ളി അരിഞ്ഞത് അത് വഴറ്റിയെടുക്കാം. പിന്നെ ഇനി നമുക്ക് തക്കാളി നുറുക്കിയത് അത് ചേർക്കാം. ഇനിയിപ്പോൾ പൊടികൾ, മുളക് പൊടി അതെടുക്കാം, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് മല്ലിപ്പൊടി കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാല അതും ചേർത്തു നന്നാക്കി ഇളക്കി കൊടുക്കാം. ഇനി കിഴങ്ങ് നുറുക്കിയത് അത് ചേർക്കാം. ഇനിയിപ്പോൾ കഴുകി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ അത് ചേർക്കാം. അത് ചെറിയ കഷ്ണങ്ങളാണ്. ചട്ടിയിലേക്ക് പാകമാണ്. 1/2 കിലോ വാങ്ങിയാൽ. ഇനി ഇതൊക്കെ നല്ലപോലെ ഇളക്കി ഒക്കെ മസാലയ്ക്ക് എല്ലാ കഷ്ണത്തിലേക്കൊക്കെ ചേരട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ.
ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതായാലും തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയതാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ശരിക്കായിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ ഇതാ നല്ല പോലെ വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കറി ഇതാ അതവിടെ റെഡിയായി. ഇനിയിപ്പോൾ 12 മണിയാവട്ടെ, നമുക്ക് ഊണഴിക്കാം. പിന്നെ ചെന്ന് വേറെ ഒന്നും ഉണ്ടാക്കാനില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇതാ നമുക്ക് ഇവിടെ പച്ചരി ചോറ് ഇവിടെ ഇതാ വാർത്തിച്ചിട്ടുണ്ട്. ഇതാ നമുക്ക് ചോറ്, പച്ചരി ചോറ് അതൊക്കെ കൂടെ റെഡിയായി. നമ്മളെ പൂച്ചയും കുട്ടിയും ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ചിക്കൻ കറി അല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ വാസന ഇട്ട് ഒക്കെ റെഡിയായി. അതിന് പിന്നെ പൂച്ചയെ കഴിക്കുള്ളൂ, കുട്ടിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ടില്ല. അവിടെ ഒരു രണ്ടാളും നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പൂച്ചയ്ക്ക് ചിക്കൻ കറി കൂട്ടിയുള്ള ഊണാണ് പൂച്ചയ്ക്ക്. അപ്പോൾ അവരേതായാലും ഇപ്പോൾ അവിടെ ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് പച്ചരിച്ചോറ് അത് കൊടുക്കാം. പിന്നെ ഇതാ നമ്മളെ ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, നല്ലോണം വറ്റിയിട്ടുണ്ട്. പപ്പടം കാച്ചിയത്. ഇന്നിപ്പോൾ ഇതാണ് നല്ല കട്ടയുണ്ട് ചിക്കൻ. ഇപ്പോൾ വിളമ്പാൻ നേരത്തേക്ക് അപ്പോൾ പച്ചരി ചോറും ചിക്കൻ കറി പപ്പടം കാച്ചിയതും അങ്ങനെയാണ്. പിന്നെ അമ്മ അച്ചാർ ഇവിടെ മാങ്ങ ഇവിടെ തന്നെ നുറുക്കിയിട്ടതുണ്ട്, അതാണ് ഇപ്പം അമ്മയ്ക്ക്. നല്ല ഉഗ്രം കോമ്പിനേഷനാണ്. നമ്മുടെ സാധാരണ ചോറിലേറെ ഈ പച്ചരി ചോറ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബിരിയാണി റൈസ്, നെയ്ച്ചോറ് ഇതൊക്കെയാണ് ചിക്കൻ കറി ഉഷാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.